ഹായ് ഓൾ, പി കെ ലേണിങ്സിൻ്റെ മാത്സ് PYQ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2020 സിമ്പിൾ അരിത്തമെറ്റിക്കൽ, ലോസ് ഓഫ് എക്സ്പൊണൻസ്, ഏജ് എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ലോസ് ഓഫ് എക്സ്പൊണൻസിലെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നത്തേത് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഏജിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടെ നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ 1/4 ഓഫ് 2 raised to 50? ഇത് 16/2020 ഒരു ഓൺലൈൻ ചോദ്യപേപ്പറിലെ ഷിഫ്റ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ഓൺലൈൻ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്കിത് നോക്കാം. 2 raised to 50, 2 raised to 50യുടെ 1/4 എത്ര എന്നാണ്. ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ എഴുതാം 2 raised to 50 into 1/4, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം 2 raised to 50 divided by 4 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 2 raised to 50 divided by 4 എന്ന് വേണമെങ്കിലും എഴുതാം, അല്ലെങ്കിൽ 2 raised to 50 into 1/4 എങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഈ 4നെ നമ്മൾ എന്ത് ചെയ്യണം, 2 ബേസ് ആക്കി കൊണ്ടുവരണം. കാര്യം ഇവിടെ 2 ബേസ് ആയിട്ടുള്ള ഒരു ടേമാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ 2 raised to 50 into 1/2² എന്ന് എഴുതാം അല്ലേ. 4 എന്ന് പറയുന്നത് 2² ആണ്. ഇനി നിങ്ങൾ നോക്കിയേ 2 raised to 50 by 1/2² എന്ന് പറയുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ്. നമുക്കൊരു കൃത്യങ്ക നിയമമുണ്ട്. a raised to m by a raised to n എന്ന് പറഞ്ഞാൽ a raised to m minus n ആണ്. a raised to m by a raised to n എന്ന് പറഞ്ഞാൽ a raised to m minus 1 ആണ്. അതേ ഫോമിലല്ലേ കിടക്കുന്നത്. 2 raised to 50 by 2 raised to 2 എന്ന് പറഞ്ഞാൽ 2 raised to 50 minus 2 ആണ് എന്ന് പറഞ്ഞാൽ 2 raised to 48. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 raised to 48. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യങ്ങൾ മെയിനായിട്ടും ഈ 2 ബേസ് ആക്കി എഴുതാൻ പറ്റുന്നതായിരിക്കും രണ്ടാമത്തെ ടേമും. അങ്ങനെ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. അതായത് ഈ ലോ ഓഫ് എക്സ്പൊണൻസ് അപ്ലൈ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 10 raised to 2019 plus 1 the whole square എന്ന സംഖ്യയുടെ അക്കങ്ങളുടെ തുക എത്ര എന്നുള്ളതാണ്. ഇത് 51/2020 LP സ്കൂൾ ടീച്ചറിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇതെങ്ങനെ ഇതിൻ്റെ റേസ് ടു എടുക്കും, 10 raised to ഒരു വലിയ നമ്പർ, പിന്നെ അതിൻ്റെ ഒരു പവർ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഇവിടെ അക്കങ്ങളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഈ 10 raised to 2019 plus 1 the whole square-നെ നമുക്ക് a plus b the whole square ഫോമാറ്റിലല്ലേ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ a² plus b² plus 2ab അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്ക് ഇതിനെ അതേ ഫോമിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം, 10 raised to 2019 plus 1 the whole square എന്ന് പറഞ്ഞാൽ 10 raised to 2019 the whole square പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്, പ്ലസ് 2 into 10 raised to 2019 into 1 ആണല്ലോ. ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. 10 raised to, ഇവിടെ 2 അല്ല 10 raised to ആണ്. നോക്കിക്കൊള്ളുക. 10 raised to, ഇവിടെ a raised to m the whole raised to n ആ ഒരു ഫോമാറ്റിലാണ് കിടക്കുന്നത്. a raised to m the whole raised to n എന്ന് പറഞ്ഞാൽ a raised to m n ആണ്. അതായത് ആ പവറിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ ഇവിടെ 10 raised to 2019 into 2 എടുക്കുക. എത്ര വരും? 8 3 0 4. അതായത് 10 raised to 4038 വരും. പ്ലസ് 1 പ്ലസ് 2 into 10 raised to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into 10 raised to 2019 into 1. ഓക്കെ ആണോ? ഇനി നമുക്കിവിടെ അക്കങ്ങളുടെ തുക, സം ഓഫ് ഡിജിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങളിവിടെ നോക്കിയേ 10 raised to എത്ര പവർ വന്നാലും ഒരു 1ഉം പിന്നെ കുറേ പൂജ്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കുറേ സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. ഇനി അടുത്ത ടേം നിങ്ങൾ നോക്കിയേ 1 ആണ്, അത് അതുപോലെ എഴുതി. ഇനി 2 into 10 raised to എത്രയോ, 2 into 10 എത്രയാ 20 ആണ്. 2 into 10 raised to പവർ എത്രയോ ഒരു ടേം. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെയാണ് 10ൻ്റെ പവർ ഇങ്ങനെ പോവും. അപ്പോൾ അത്രയും സീറോസ് വരും. അത് ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 പിന്നെ ഇങ്ങനെ സീറോസ് ഇങ്ങനെ പോവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അക്കങ്ങളുടെ തുക എടുക്കുമ്പോൾ 2 വരും. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 + 1 2, 2 + 2 4. അതായത് അക്കങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടേം കാണുമ്പോൾ, നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ ഇതിൻ്റെ ആൻസർ സോൾവ് ചെയ്യും.
ചിലർക്ക് പെട്ടെന്ന് കിട്ടും, ചിലർ വിചാരിക്കും ഇത് എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്, വലിയൊരു നമ്പർ വരുമല്ലോ. ഒന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ 10 തന്നിരിക്കുന്നത്. 10ൻ്റെ പവർ എത്ര എടുത്താലും സീറോസ് ആണ് അവിടെ കൂടി പോകുന്നത്. അപ്പോൾ 1 പ്ലസ് എത്ര സീറോ വന്നാലും 1 ആണ്. മനസ്സിലായോ? ഇനി ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടും +1 എടുത്തിട്ട് സ്ക്വയർ എടുത്താലും നമുക്ക് 4 കിട്ടും. പക്ഷെ നമ്മളിത് എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ ടേം 1 ആണ്. അപ്പോൾ ആദ്യത്തെ ടേമിൻ്റെ അക്കങ്ങളുടെ തുക 1 എന്ന് കിട്ടി, രണ്ടാമത്തെ ടേം 1 ആണ്. മൂന്നാമത്തെ ടേമിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 × 10⁻². എത്ര വന്നാലും ആ 20 പിന്നെ എത്ര സീറോസ് ആണോ അത്രയും. അപ്പോൾ അവിടെയും നമ്മൾ സം എടുക്കുമ്പോൾ അത് 2 ആയിട്ട് വരും. അതായത് 1 + 1 + 2 ആൻസർ 4 എന്ന് വരും. മനസ്സിലായോ? നമ്മുടെ ആൻസർ എത്രയാണ്? 4 ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 399ൻ്റെ 3 മടങ്ങ് എത്ര എന്നുള്ളതാണ്. 390 ഇതേ ചോദ്യ പേപ്പറിൽ നിന്നുള്ളതാണ്, 51/2020. 3 മടങ്ങ് എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കി 399ൻ്റെ 3 മടങ്ങ് 399 × 3. അപ്പോൾ നമുക്കറിയാം a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m + n ആണ്. പവേഴ്സ് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ 399 + 1. കാര്യം എന്താ? ഇവിടെ പവർ 1 ആണ്. അപ്പോൾ a⁻m × a⁻n ആ ഫോമാറ്റിലാണ് കിടക്കുന്നത്. 399 + 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. വളരെ എളുപ്പമാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതെല്ലാം ഒരേ ചോദ്യ പേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം എത്ര ക്വസ്റ്റ്യൻസ് ഒരേ ടോപ്പിക്കിൽ നിന്ന് വന്നു എന്നുള്ളത്. ഇവിടെ നോക്കിയാൽ 3x + 2 = 9x - 1 ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? എക്സ് പവറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബേസ് സെയിം ആക്കിയാൽ നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ ആ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. 3x + 2 = 9x - 1. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 3x + 2 = 9നെ 3² എന്ന് എഴുതാം. 3² × ഇപ്പോൾ ഇവിടെ ഇത് ബ്രാക്കറ്റിനകത്ത് വരും x - 1. അപ്പോൾ ഇവിടെയും 3 ആണ് ബേസ്, ഇവിടെയും 3 ആണ് ബേസ്. അതുകൊണ്ട് നമുക്ക് പവർ ഇക്വേറ്റ് ചെയ്യാം. x + 2 = 2 × x - 1. അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ 2x - 2. ഇനി എക്സിനെ എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക, ഈ അല്ലാത്ത ടേംസിനെ എല്ലാം ഒരിടത്ത് കൊണ്ടുവരുമ്പോൾ ഈ എക്സ് ഇങ്ങോട്ടും എടുക്കും, ഈ 2 ഇപ്പുറത്തോട്ടും വരുമ്പോൾ x = 4 എന്ന് വരും. നമ്മുടെ ആൻസർ എത്ര? x = 4. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ആദ്യം നമ്മൾ 3x + 2 = 9x - 1 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ 3x + 2 = ഈ 9നെ 3² എന്ന് എഴുതി. 3² പിന്നെ ബാക്കിയുള്ള പവർ അവിടെ ഉണ്ട്, അത് ബ്രാക്കറ്റിനകത്ത് ഇട്ടു. കാര്യം ഈ 2 ഈ രണ്ടിനും ആപ്ലിക്കബിൾ ആണ്. x - 1 എന്ന് പറയുന്ന ആ ഹോൾ ടേമിനോ ആണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതുകൊണ്ട് അത് ബ്രാക്കറ്റിനകത്ത് ഇട്ടു. പിന്നെ രണ്ടിടത്തും ബേസ് 3 ആയതുകൊണ്ട് പവർ ഇക്വേറ്റ് ചെയ്തു. ഞാൻ ആ പവർ ഇക്വേറ്റ് ചെയ്യുന്നത് ഇങ്ങോട്ട് ഒന്നുകൂടെ എഴുതാം. അതായത് x + 2 = 2 × x - 1 വരും എന്ന് പറയുന്നത് x + 2 = 2x - 2 ആണ്. ഇനി ഈ x ഇങ്ങോട്ട് പോകുന്നു, ഈ 2 ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ 4 + 2 ആവും. 2 + 2 4 ആവും. 4 = ഈ x അപ്പുറത്തോട്ട് പോകുമ്പോൾ 2x - x. 4 = x. അതായത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ 4 ആണ്. മനസ്സിലായോ? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. ഇതും ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. 3 × 0 × 4 × 0 × 5 × 0 കണ്ണും പൂട്ടി നമുക്ക് എഴുതാം. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 1 ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അതായത് നമുക്കറിയാം a⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. a⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എനി നമ്പർ ⁻0 1 ആണ്. സോ 3⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 4⁻0 1 ആണ്. 5⁻0 1 ആണ്. അതായത് 1 × 1 × 1 എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 1 ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വളരെ എളുപ്പമാണ്. ഓക്കെ, ആൻസർ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്. അടുത്ത ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ലോസ് ഓഫ് എക്സ്പോണൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കഴിഞ്ഞ സെഷനിൽ ഈ സെഷനിലുമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 2020 കംപ്ലീറ്റ് ചോദ്യങ്ങളും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏജ് റിലേറ്റഡ് പ്രോബ്ലം. ഈ ഏജ് റിലേറ്റഡ് പ്രോബ്ലം ഇപ്പോൾ അങ്ങനെ ചോദിച്ച് കാണുന്നില്ല, പക്ഷേ ഇത് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. പക്ഷേ ഇത് ചോദിച്ചു കൂടായികയില്ല. നമുക്കപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്തായാലും ഇത് കവർ ചെയ്യണം. അമ്മുവിൻ്റെ വയസ്സ് 10ൻ്റെ ഗുണിതമാണ്. കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് 13ൻ്റെ ഗുണിതമായിരുന്നു. അമ്മുവിൻ്റെ വയസ്സ് എത്ര? അപ്പോൾ നമുക്കിത് ഓപ്ഷൻ വെച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം അല്ലേ? അപ്പോൾ ഇത് 003/2020 LD ക്ലർക്കിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. നോക്കിയേ,
അമ്മുവിൻ്റെ വയസ്സ് 10ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 10ൻ്റെ ഗുണിതം മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അമ്മുവിൻ്റെ വയസ്സ് എത്ര എന്നാണ്. അത് 10ൻ്റെ ഗുണിതമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും വരില്ല, ബിയും വരില്ല, ഡിയും വരില്ല. 10ൻ്റെ ഗുണിതമാണെങ്കിൽ എന്തായാലും ഒരു 0 വരണം. അപ്പോൾ 30ഓ 40ഓ ആണ്. അതിലേതാണ്? അതിനുള്ള ഹിൻ്റാണ് രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അവളുടെ വയസ്സ് 13ൻ്റെ ഗുണിതമായിരുന്നു. അപ്പോൾ നമ്മൾ 30 എടുക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം 29 ആയിരിക്കും. 29 13ൻ്റെ ഗുണിതമല്ല. 40 എടുക്കുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം 39. 39 13ൻ്റെ ഗുണിതമാണ് അല്ലേ. 13 × 3 ആണ് 39. അപ്പോൾ ഇത് കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മുവിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 40. മനസ്സിലായോ? ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇത് വളരെ എളുപ്പമായിരുന്നു. The ratio of mother's age to son's age is 11:6. 5 years ago, mother's age was double the age of son. How many times son's age will the mother's age be 20 years from now? അപ്പോൾ ഇത് KS പേപ്പർ 1ൻ്റെ ചോദ്യ പേപ്പറിൽ നിന്നുള്ളതാണ്. 15/2020. നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ദ റേഷ്യോ ഓഫ് മദേഴ്സ് ഏജ് ടു സൺസ് ഏജ് ഈസ് 11:6. ഓക്കെ, ഇനി എന്താ പറയുന്നത്? 5 years ago, 5 വർഷം മുന്നേ മദേഴ്സ് ഏജ് വാസ് ഡബിൾ ദ ഏജ് ഓഫ് സൺ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2:1 ആണ്. അതായത് അമ്മയുടെ ഏജ് മകൻ്റെ ഏജിൻ്റെ ഇരട്ടിയായിരുന്നു 5 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏജ് പ്രോബ്ലത്തിൽ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര വർഷം കഴിഞ്ഞാലും എത്ര വർഷത്തിന് മുന്നേ ആയാലും 2 പേരുടെ ഏജ് തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഞാനും എൻ്റെ ബ്രദറും തമ്മിൽ 2 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ ഏജസ് തമ്മിൽ 2 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. 5 വർഷത്തിന് മുമ്പേ ആണെങ്കിലും ഞങ്ങളുടെ ഏജസ് തമ്മിൽ 2 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അത് കോൺസ്റ്റൻ്റ്. ആ ഗ്യാപ്പ്, ആ 2 പേരുടെയും ഏജിലുള്ള ആ ഗ്യാപ്പ് കോൺസ്റ്റൻ്റ്. എത്ര വർഷം കഴിഞ്ഞാലും, കാര്യം 2 പേരുടെയും വയസ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2 പേരുടെ അതനുസരിച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ കുറയുകയാണ്. അതുകൊണ്ട് അവരുടെ ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളിവിടെ നോക്കിയേ, ഈ 11:6 ഇവരുടെ ഏജിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 5 ആണ്. 2:1 ഇവരുടെ ഏജിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 1 ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഗ്യാപ്പ് ഇക്വലൈസ് ചെയ്യണം. ഗ്യാപ്പ് എങ്ങനെ ഇക്വലൈസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ഗ്യാപ്പ് കൊണ്ട് ഈ ആദ്യത്തെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുക, ആദ്യത്തേലുള്ള ഗ്യാപ്പ് കൊണ്ട് രണ്ടാമത്തെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ടാമത്തെ റേഷ്യോയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒന്നാമത്തെ റേഷ്യോയെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാര്യം ഈ സെക്കൻഡിൽ 1 അല്ലേ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് കൊണ്ട് ആദ്യത്തെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുക, ആദ്യത്തെ റേഷ്യോയിലുള്ള 5 ഗ്യാപ്പ് കൊണ്ട് രണ്ടാമത്തെ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ മാറും? ആദ്യത്തെ റേഷ്യോയ്ക്ക് മാറ്റമൊന്നുമില്ല, 11:6 തന്നെയാണ്. രണ്ടാമത്തെ റേഷ്യോ എങ്ങനെ മാറും? 10:5 എന്ന് മാറും. മനസ്സിലായോ? 10:5. അപ്പോൾ ഇത് 5 വർഷം മുമ്പുള്ളതാണ് 10:5. ഇപ്പോഴത്തത് 11:6. ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. 10:5 5 വർഷം മുന്നേ, ഇപ്പോഴത്തത് 11:6. അതായത് ഈ 10ൽ നിന്ന് 11ലോട്ട് എത്തുന്നത് 1 യൂണിറ്റാണ്. മനസ്സിലായോ? 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 5 years. കണ്ടോ? 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 5 years. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തുള്ള അവരുടെ ഹൗ മെനി ടൈംസ് സൺസ് ഏജ് വിൽ ദ മദേഴ്സ് ഏജ് ബി 20 years ഫ്രം നൗ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ വയസ്സ് കാണാം. 20 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് ഇപ്പോഴത്തെ വയസ്സ് കാണാം. 11:6 ആണല്ലോ ഇപ്പോഴത്തെ റേഷ്യോ. അപ്പം നമുക്ക് മനസ്സിലായി 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അങ്ങനെയാണെങ്കിൽ 11 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവരുടെ വയസ്സ് എത്രയാണ്? അമ്മയുടെ വയസ്സ് 55, അതായത് 11 × 5. മകൻ്റെ വയസ്സ് 6 × 5 30. അമ്മയുടെ വയസ്സ് 55 മകൻ്റെ വയസ്സ് 30. അങ്ങനെയാണെങ്കിൽ 20 years 20 വർഷം കഴിയുമ്പോൾ, ആഫ്റ്റർ 20 years ഇവരുടെ വയസ്സ് എങ്ങനെയാകും? അമ്മയുടെ വയസ്സ് 20 വർഷം കഴിയുമ്പോൾ 75 ആകും, മകൻ്റെ വയസ്സ് 20 വർഷം കഴിയുമ്പോൾ 50 ആവും. ആണല്ലോ? അപ്പോൾ ഈ 75:50 എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? 25 കൊണ്ട് വെട്ടാം, 3:2 എന്ന് പറഞ്ഞാൽ മകൻ്റെ വയസ്സിൻ്റെ എത്രയാണ് അമ്മയുടെ വയസ്സ്? 1.5 times. എങ്ങനെ കിട്ടി? 3/2 ചെയ്ത് നോക്കിയേ. അമ്മയുടേത് 5ഉം മകൻ്റെത് 2 ആണ്. അപ്പോൾ എത്ര ഇരട്ടിയാണ്? 1.5 times ആണ്. മനസ്സിലായോ? മകനെ ഇവിടെ രണ്ടിടത്തും
മകൻ്റെത് 1 ആക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 3:2 നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഞാൻ ഇങ്ങോട്ട് എഴുതാം 3:2. അപ്പോൾ മകൻ്റെത് 1 ആക്കുന്നു. അപ്പോൾ മകൻ്റെത് 1 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ 2 കൊണ്ട് അമ്മയുടേതും ഡിവൈഡ് ചെയ്യുക. 3/2:1. 3/2 എന്ന് പറഞ്ഞാൽ 1.5. 1.5:1. അതായത് മകൻ്റെ വയസ്സിൻ്റെ 1.5 ടൈംസ് ആകും അമ്മയുടെ വയസ്സ്. 1.5 ടൈംസ് ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നിരിക്കുന്ന 2 റേഷ്യോയും എഴുതി. 11:6ഉം 2:1ഉം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക്. ഇൻഡയറക്റ്റ്ലി ആണ് പറഞ്ഞിരിക്കുന്നത്. 5 വർഷം മുന്നേ അമ്മയുടെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ റേഷ്യോ 2:1 ആണ്. ഇനി ഈ എത്ര വർഷം കഴിഞ്ഞാലും എത്ര വർഷം മുന്നേ ആണെങ്കിലും അവരുടെ ഏജിലുള്ള ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. സോ റേഷ്യോ അതനുസരിച്ച് ഇക്വലൈസ് ചെയ്തു. നമുക്ക് 11:6ഉം 10:5ഉം കിട്ടി. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിലായി 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 years ആണ്. അത് വെച്ചിട്ട് അമ്മയുടെയും മകൻ്റെയും ഇപ്പോഴത്തെ ഏജ് കണ്ടുപിടിച്ചു. അമ്മയുടേത് 55ആണ്, മകൻ്റെത് 30 ആണ്. അങ്ങനെയാണെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് 75 വയസ്സാകും, മകന് 50 വയസ്സാകും. അപ്പോൾ ആ ഒരു ഏജിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3:2 ആണ്. അതായത് മകൻ്റെ വയസ്സിൻ്റെ 1.5 ടൈംസ് ആണ് അമ്മയുടെ വയസ്സ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ 75 50 കൂടെ നോക്കിയാലും മനസ്സിലാകും. 50ൻ്റെ ഇരട്ടി 100 ആണ്. അപ്പോൾ ഡബിൾ എന്ന് പറയാൻ പറ്റില്ല. 1.5 ടൈംസ് ആണ് ഈ 75. അങ്ങനെ നോക്കിയാലും മതി. അല്ലെങ്കിൽ ഈ 50നെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തു. 75നെയും 50യെ 3:2. എന്നിട്ട് ഈ 2ൻ്റെ അവിടെ 1 ആക്കണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതേ 2 കൊണ്ട് 3യെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അവിടെ 1.5:1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ്റെ വയസ്സിൻ്റെ 1.5 ടൈംസ് ആണ് അമ്മയുടെ വയസ്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായല്ലോ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, 20 വർഷം മുൻപ് രാധയുടെ വയസ്സ് 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെ പകുതിയായാൽ അവളുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇത് 18/2020 പോലീസ് കോൺസ്റ്റബിൾ IRBയുടെ ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ ഈ ഓപ്ഷനിൽ ഇല്ല. PSC കൊടുത്തിരിക്കുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ഇത് തെറ്റാണ്. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഫൈനൽ ആൻസർ കീഴിൽ ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 30 വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 20 വർഷം മുമ്പ് രാധയുടെ വയസ്സ് 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെ പകുതിയായി. ഇത് നമുക്ക് എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്നത് തന്നെയാണ്. നമ്മൾ രാധയുടെ വയസ്സ് എക്സ് എന്നെടുത്തു, ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്നെടുത്തു. അപ്പോൾ 20 വർഷം മുമ്പുള്ള വയസ്സ് എത്രയാണ്? x-20 ആണല്ലോ. അപ്പോൾ 20 വർഷം മുൻപ് രാധയുടെ വയസ്സ് 20 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ x+20യുടെ പകുതിയാണ് x-20 എന്ന് പറയുന്നത്. ഇനി ഈ 2 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x - 40 = x+20. ഇനി x ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, 40 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ 2x - x = 40 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. 40 + 20 എന്ന് പറഞ്ഞാൽ x = 60. എക്സിൻ്റെ വാല്യൂ 60 ആണ്. അത് ഈ ഓപ്ഷനിലില്ല. എക്സിൻ്റെ വാല്യൂ അതായത് രാധയുടെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. മനസ്സിലായോ? 60 ആണ്. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. ഇത് ഭയങ്കര എളുപ്പമാണ്. രാധയുടെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എന്ന് ഇട്ടാൽ മതി. എന്നിട്ട് ആ കണ്ടീഷനിൽ അത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു, എക്സ് സോൾവ് ചെയ്യുന്നു. ഓക്കെ ആണോ? അടുത്ത ചോദ്യം, അരുൺസ് പ്രസൻറ്റ് ഏജ് ഈസ് 1/3 ഓഫ് ഏജ് ഓഫ് ഹിസ് ഫാദർ. ആഫ്റ്റർ 15 years ഹിസ് ഏജ് വിൽ ബി 1/2 ഓഫ് ഏജ് ഓഫ് ഹിസ് ഫാദർ. ഹൗ ഓൾഡ് ഈസ് അരുൺസ് ഫാദർ അറ്റ് പ്രസൻറ്റ്? ഇത് KS ഓഫീസർ ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 65/2020 ചോദ്യപേപ്പറിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അരുൺസ് പ്രസൻറ്റ് ഏജ് ഈസ് 1/3 ഓഫ് ഏജ് ഓഫ് ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദറിൻ്റെ ഏജ് 1 ആയിട്ട് എടുത്താൽ അരുണിൻ്റെത് 1/3 ആണ്. അപ്പോൾ 1:1/3 എന്ന് പറഞ്ഞാൽ അതിനെ കുറച്ചുകൂടെ വൃത്തിക്ക് നമുക്ക് എങ്ങനെ എഴുതാം? 3:1. അതായത് അച്ഛൻ്റെ വയസ്സ് 3 ആണെങ്കിൽ മകൻ്റെത് 1 ഉള്ളൂ, അതിൻ്റെ 1/3 ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്രസൻറ്റ് ഏജ് 3:1 ആണ് റേഷ്യോ. ഇനി എന്ത് പറയുന്നു? ആഫ്റ്റർ 15 years 15 years ആഫ്റ്റർ അല്ലേ 15 years കഴിയുമ്പോൾ ഹിസ് ഏജ് വിൽ ബി 1/2 ഓഫ് ദ ഏജ് ഓഫ് ഹിസ് ഫാദർ. അതായത് അച്ഛൻ്റെ ഏജ് 1 ആണെങ്കിൽ 1/2 ആവും. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൃത്തിക്ക് 2:1 എന്ന് എഴുതാം. അച്ഛൻ്റെ ഏജിൻ്റെത് 2 കൊടുത്താൽ മകൻ്റെത് 1 ആണ്. അപ്പം ഞാനിവിടെ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്
ഇവിടുത്തെ ഗ്യാപ്പ് 2 ആണ്, ഇവിടുത്തെ ഗ്യാപ്പ് 1 ആണ്. എപ്പോഴും ഏജ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ഗ്യാപ്പ് ഇക്വലൈസ് ചെയ്യണം. ഈ 1 കൊണ്ട് മുകളിലത്തേനെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 3:1. താഴെ 2 കൊണ്ട് താഴത്തേനെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 2:1. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ റേഷ്യോ എന്താവും? നമുക്കിവിടെ മാച്ച് കളയാം. ഈ ഒരു ഇത് നമുക്കിനി വേണ്ട, അപ്പോൾ അത് ഞാൻ റൈസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 1 × 3:1 എന്ന് പറഞ്ഞാൽ 3:1 ആണ്. 2 × 2:1 എന്ന് പറഞ്ഞാൽ 4:2 ആണ്. അപ്പോൾ നമ്മുടെ ഗ്യാപ്പ് സെയിം ആയി. ഇവിടെയും 2 ആയി, ഇവിടെയും 2 ആയി. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:1 4:2 ആണ് അല്ലേ. ഇനി നിങ്ങൾ നോക്കിയേ, നമ്മുടെ റേഷ്യോ 3:1 4:2 ആണ്. അപ്പോൾ ഇത് പ്രസൻറ്റും ഇത് ആഫ്റ്റർ 15 ഇയേഴ്സും ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ 3 to 4 എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. അതായത് 1 യൂണിറ്റ് എന്ന് പറയുന്നതാണ് 15 വർഷം, 15 ഇയേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഹൗ ഓൾഡ് ഈസ് അരുൺസ് ഫാദർ അറ്റ് പ്രസൻറ്റ്? അപ്പോൾ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ 3:1 ആണ്. അതിൽ 3 ആണ് ഫാദറിനെ കാണിക്കുന്ന റേഷ്യോ. അപ്പോൾ 1 യൂണിറ്റ് 15 ആണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് കണ്ടുപിടിക്കാൻ 15 × 3 ചെയ്താൽ പോരെ? 45 ആണ് അച്ഛൻ്റെ പ്രസൻറ്റ് ഏജ്. ഓപ്ഷൻ ഡി ആണ്. മനസ്സിലായോ? ആദ്യം നമ്മൾ അച്ഛനും മോനും തമ്മിലുള്ള ഇപ്പോഴത്തെ ഏജിൻ്റെ റേഷ്യോ എഴുതി 3:1. അത് അച്ഛൻ്റെ 1/3 ആണ് മകൻ്റെ എന്ന് പറഞ്ഞപ്പോൾ 1:1/3 ആണ്. അതിനെ അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ 3:1. ഇനി 15 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ 1/2 ആവും എന്ന് പറഞ്ഞാൽ 1:1/2 ആണ്, എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പോൾ 3:1 2:1 ആണ് നമ്മുടെ റേഷ്യോകൾ. അപ്പോൾ അതിനെ നമ്മൾ ഗ്യാപ്പ് ഇക്വലൈസേഷൻ ചെയ്തപ്പോൾ 3:1 4:2 ആയി. ഇനി 3 ന്ന് 4 15 വർഷം, അതായത് 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 3 യൂണിറ്റ് ആണ്. 15 × 3 45. എത്ര? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഇതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. KS ഓഫീസർ ഇൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് 65/2020. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കിയേ, John went to consult an insurance agent to take insurance for his kids. The agent asked the age of his kids. John replied, the product of his kids' age is 36 and sum of their ages is equal to the number of shops in front of the insurance office. Agent asked for more data. Then John told that his eldest son likes chocolate. What will be the ages of John's kids? മര്യാദയ്ക്ക് ഏജ് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല അല്ലേ. ഇത് വളഞ്ഞു മൂക്കി പിടിക്കുന്ന പരിപാടിയായിപ്പോയി. നമുക്ക് നോക്കാം. എന്നാലും വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ജോൺ പറയുന്നുണ്ട് ജോണിൻ്റെ 3 കുട്ടികളുടെയും കൂടെ വയസ്സിൻ്റെ പ്രോഡക്റ്റ് 36 ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 36ൻ്റെ ഫാക്ടേഴ്സ് നോക്കുക. 1 1 36 വരും, 1 2 18 വരും, ഇനി 3 വരും. 1 3 12 എടുക്കാം. ഇത് നിങ്ങൾ ഇതിൻ്റെ ഒരു കോംബോ എടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 18 2 അങ്ങനെയൊക്കെ എടുക്കാം. പക്ഷെ നമ്മൾ ഒരു കോമ്പിനേഷൻ ഒറ്റ പ്രാവശ്യം എടുത്താൽ, അതായത് 1 1 36 ഒറ്റ പ്രാവശ്യം എടുത്താൽ മതി. 1 2 18, ഇനി 1 3 12, ഇനി വേറെ ഏത് വരും? 1 4 9 വരും. അടുത്തത് നമുക്ക് ഏതെഴുതാം? 1 6 6 എന്ന് എഴുതിക്കൂടെ? 1 6 6 6 × 6 36, × 1 ചെയ്താലും 36 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് 36 ആണ് എഴുതുന്നത്. ഇനി ഏതെഴുതാം? നമുക്ക് 2 എഴുതുകയാണെങ്കിൽ 2 2 2 9 എഴുതാം. 2 2 9 എഴുതാം. ഓക്കെ, 2 2 9 എഴുതാം. പിന്നെ ഏതെഴുതാം? 2 3 6 എഴുതാം. 2 × 3 6 6 × 6 2 3 6. ഇനി 3 3 4 എഴുതാം. 3 3 4. അപ്പോൾ ഇതെല്ലാം 36ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ആദ്യം 1ലുള്ളത് 1 1 36, 1 2 18, 1 3 12, 1 4 9, 1 6 6. പിന്നെ നോക്കി 2 വന്നപ്പോൾ 2 2 9, 2 3 6, അത്ര രണ്ടും മാത്രമേ ഉള്ളൂ. ഇത് കുട്ടികളുടെ ഏജ് ആവാൻ പോസിബിൾ ഉള്ള ഫിഗേഴ്സാണ്. കാര്യം ഏജിൻ്റെ പ്രോഡക്റ്റാണ് 36. പിന്നെ 3 എടുക്കുകയാണെങ്കിൽ 3 3 4. ഇനി ഇതിൻ്റെ സമ്മ് നിങ്ങൾ നോക്കി, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സമ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഷുറൻസ് ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പുകളുടെ എണ്ണത്തിന് തുല്യമാണ്. അപ്പോൾ ഓരോന്നിൻ്റെ സമ്മ് എടുത്ത് നോക്കൂ. ഇവിടെ 36 + 1 + 1 38 വരും.
ഇവിടെ 18 + 2 20 21. ഇവിടെ 15 16. ഇവിടെ 13 1 14. ഇവിടെ ആണെങ്കിലോ 13. ഇവിടെ ആണെങ്കിലോ 9 + 2 11 + 2 13. ഇവിടെ ആണെങ്കിൽ 6 + 3 9 9 + 2 11. ഇവിടെ ആണെങ്കിൽ 4 + 3 7 7 + 3 10. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഈ സമ്മ് ബാക്കി എല്ലായിടത്തും യുണീക്ക് നമ്പേഴ്സാണ്. ഇവിടെ രണ്ടിടത്ത് മാത്രം സെയിം നമ്പറാണ്. അപ്പോൾ ഈ ഏജൻറ്റിന് അയാളുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള ഷോപ്പുകളുടെ എണ്ണം അറിയാം. അപ്പോൾ അങ്ങനെ അറിയാമെന്നതുള്ളത് കൊണ്ട് തന്നെ ഈ 13 അല്ലാതെ വേറെ ഏത് വാല്യൂ വന്നിരുന്നെങ്കിലും അയാൾക്ക് കറക്റ്റായിട്ട് കുട്ടികളുടെ ഏജ് മനസ്സിലാവും. ബാക്കിയെല്ലാം യുണീക്കാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഏജൻറ്റ് ആസ്ക്ഡ് ഫോർ മോർ ഡേറ്റ എന്ന് പറഞ്ഞാൽ അയാളുടെ ഓഫീസിന് ഫ്രണ്ടിലുള്ള ഷോപ്പിൻ്റെ എണ്ണം 13 ആണ്. മനസ്സിലായോ? 13 ഉള്ള 2 കോമ്പിനേഷൻ ഉണ്ട്. 166 ഉണ്ട്, 229 ഉണ്ട്. അപ്പോൾ അതിലേതോ ഒന്നാണ് കുട്ടികളുടെ ഏജിൻ്റെ കോംബോ വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മോർ ഡീറ്റെയിൽസ് ചോദിച്ചത്. അപ്പോൾ ജോൺ എന്ത് പറഞ്ഞു? ഹിസ് എൽഡസ്റ്റ് സൺ ലൈക്സ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ എൽഡസ്റ്റ് സൺ എന്ന് പറഞ്ഞു, സൺസ് എന്ന് പറഞ്ഞില്ല. മൂത്ത കുട്ടി ഒരാളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ ആദ്യത്തേൽ 2 പേർക്ക് 6 വയസ്സാണ് എന്ന് പറഞ്ഞാൽ 2 പേര് ട്വിൻസാണ്, മൂത്ത ആൾക്കാരാണ്. ഒരാൾക്ക് 1 വയസ്സ്. അപ്പോൾ അത് വരില്ല. എന്തുകൊണ്ടാണ്? മൂത്ത കുട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തതിൽ മൂത്ത കുട്ടി ഒരാൾ വരുന്നുള്ളൂ, ബാക്കി 2 പേരും ട്വിൻസാണ്. അപ്പോൾ ഈ കോമ്പിനേഷനാണ് വരേണ്ടത്. 229 അല്ലെങ്കിൽ 922. മനസ്സിലായോ? നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എക്സാം ഹോളിൽ ഇത് കിട്ടണം. അതാണ് അതിൻ്റെ ഒരു ട്രിക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് 36 ആണ് പ്രോഡക്റ്റ്. 36 കോമ്പിനേഷൻ നമ്മൾ ആ ഒരു കോംബോ ആൻഡ് 36ൻ്റെ ഫാക്ടേഴ്സായിട്ട് എഴുതിയപ്പോൾ നമുക്കിതൊക്കെയാണ് വരുന്നത്. 1 ആദ്യത്തത് 1 ആക്കി വെച്ചുകൊണ്ട് എഴുതുമ്പോൾ 1 1 36, 1 2 18, 1 3 12, 1 4 9, 1 6 6. പിന്നെ അത് കഴിഞ്ഞ് അത്രയാണ് 1ൽ വരുന്ന കോംബോ എന്ന് പറയുന്നത്. പിന്നെ 2 2 2 9 2 3 6. പിന്നെ ആദ്യത്തത് 3 ആക്കുമ്പോൾ 3 3 4. അപ്പോൾ ബാക്കി ഏതാണെങ്കിലും ആളുടെ ആ ഏജൻസിക്ക് ഫ്രണ്ടിലുള്ള ഷോപ്പിൻ്റെ എണ്ണം അറിയാം. അപ്പോൾ അയാൾക്ക് പിന്നെ അത് വെച്ച് തന്നെ ഏജ് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്യാം. അയാൾ മോർ ഡേറ്റ ചോദിച്ചെങ്കിൽ അവിടെയുള്ള ഷോപ്പിൻ്റെ എണ്ണം 13 ആണ്. അപ്പോൾ 13ലുള്ള 2 കോംബോ ഉണ്ട്. അതിന് ജോൺ പറഞ്ഞ മറുപടിയാണ് എൽഡസ്റ്റ് സൺ ലൈക്സ് ചോക്ലേറ്റ്. അപ്പോൾ എൽഡസ്റ്റ് സൺ ഒരാളേ ഉള്ളൂ. ആ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ 229 ആണ്, അതായത് 922. മനസ്സിലായോ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ കഴിയുവാണ്. നമ്മളിന്ന് ലോസ് ഓഫ് എക്സ്പൊണൻസ്, ഏജ് റിലേറ്റഡ് പ്രോബ്ലംസുമാണ് നോക്കിയത്. അപ്പോൾ ഇനിയും 2020 ഇനിയും ടോപ്പിക്സ് ഉണ്ട് കവർ ചെയ്യാൻ. അതുമായിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.